ആൻഡ് ഫൈനലി ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി റിലീസായി. സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ആദ്യം കേട്ടപ്പോൾ വിവാദങ്ങൾക്കൊക്കെ കഴമ്പുണ്ടെന്ന് തോന്നിയെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു കോമഡിയായി മാറി. പലരും ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ട് അങ്ങനെ, നോളൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു എന്ന് സിനിമയിൽ പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർലി നോളന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അറിയാവുന്ന, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയ എല്ലാവർക്കും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുത്ത ഒരു പടം. സിനിമയുമായി ബന്ധപ്പെട്ട കഴമ്പില്ലാത്ത കുറേ വിവാദങ്ങൾ, എസ്പെഷ്യലി മനുഷ്യന്റെ കളേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ അനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സൗന്ദര്യത്തിന്റെ ഡെഫിനിഷൻ കളർ വെച്ച് ഡിഫൈൻ ചെയ്യാൻ തുടങ്ങിയ കാലത്തിന് മുമ്പേ ഉള്ളൊരു കഥയാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. ഒരു കംപ്ലീറ്റ് മിത്തോളജിക്കൽ സ്റ്റോറി, മിത്താണ്, സംഭവിച്ചിട്ടേ ഇല്ലാത്ത, ചരിത്രത്തിന്റെ ഭാഗമല്ലാത്ത, നമ്മുടെ ഇന്ത്യയിൽ പറയപ്പെടുന്ന മഹാഭാരതവും അതിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ രാമായണം ഒക്കെ പോലെ ഒരാൾ എഴുതിയ കഥയാണിത്. ചിലർക്ക് ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഇപ്പോഴും ലോകത്ത് സീയൂസിനെയും ആ കാലത്തെ ദൈവങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന, ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പ്രധാനമായും ഗ്രീസിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഹെല്ലനിസം ഇന്നും ആചരിക്കുന്ന ആളുകളുണ്ട്. പല കാലങ്ങളിൽ പല രീതിയിൽ പല തരത്തിൽ ഈ സ്റ്റോറി അവതരിപ്പിക്കും. ഇപ്പോൾ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഏതൊരു മിത്തോളജിക്കൽ സ്റ്റോറി ആണെങ്കിലും അത് പുതിയൊരു കാലത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാറുണ്ട്. സൈഫൈ ലോകത്തോ ഫാൻറ്റസി ആയിട്ടോ, ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നടക്കുന്നതായിട്ടോ, ഇനി ഒരു ഫ്യൂച്ചർ ലോകത്ത് നടക്കുന്നതായിട്ടോ, അങ്ങനെ പലതരത്തിൽ സെറ്റ് ചെയ്യാറുണ്ട്. ബാക്കിയെല്ലാം കഥ പറയുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും അതിലെ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാം. പണ്ട് മിത്തോളജിക്കലി പറഞ്ഞു വരുന്ന പോപ്പുലർ ആയിട്ടുള്ള കഥയിലെ നായകനെ പിടിച്ച് വില്ലനാക്കാം, തിരിച്ച് വില്ലനെ പിടിച്ച് നായകനാകാം, അങ്ങനെ പലതും ചെയ്യാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ നോക്കിയ ഒരേ ഒരു കാര്യം, എന്നെ ഇത് എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ്. കഥയൊക്കെ ഓൾറെഡി അറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന സ്റ്റോറിയാണ്, ഒരുപാടായിട്ട് പല അഡാപ്റ്റേഷൻസും കണ്ടിട്ടുമുണ്ട്. അതിനപ്പുറം നോളൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിൽ ഈ സ്റ്റോറി എങ്ങനെ ഉണ്ടാവും എന്നതായിരുന്നു എൻ്റെ ക്യൂരിയോസിറ്റി. എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അതെന്തായാലും ഉണ്ടാവുമല്ലോ. തീർത്തും സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുപേരുമായിട്ട്, ഞാനുമായിട്ട് നല്ല കോൺടാക്റ്റ് ഉള്ള കുറച്ചുപേരുമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടുന്നും ഇതേപോലെയുള്ള അഭിപ്രായങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു സുഹൃത്ത്, ആൾക്ക് എന്താണ് ഈ മൂവിയെ പറ്റിയും അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള വിവാദങ്ങളെ പറ്റിയും ഒക്കെ പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. സോ അത് കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. മോനെ, വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ഹേറ്റേഴ്സിന്റെ വായിൽ സൂപ്പർ ഗ്ലൂ ഒഴിച്ച് ഒട്ടിക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ക്രിസ്റ്റഫർ നോളൻ. ട്രെയിലർ വന്നപ്പോൾ തൊട്ട് എന്തൊക്കെ കോൺട്രവേഴ്സീസ് ആയിരുന്നു. കാസ്റ്റിംഗ് ശരിയല്ല, ഡയലോഗ്സ് ശരിയല്ല, കോസ്റ്റ്യൂം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഹേറ്റേഴ്സിന് ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു. എന്നിട്ട് അവന്മാരെല്ലാം എവിടെ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അവന്മാരെല്ലാം രഹസ്യമായിട്ട് തലേ മുണ്ടിട്ട് പോയി പടം കണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. സിനിമാറ്റിക് മാത്രമല്ല, ഓഡിയോയുടെ കാര്യം എനിക്ക് എടുത്തു പറയണം. കാരണം ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അതിനകത്ത് ഓഡിയോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബ്രെയിനിൽ. പീക്ക് ഐമാക്സ് എക്സ്പീരിയൻസ് ഒക്കെ ലോകത്തിൽ 50-ൽ താഴെ തിയേറ്ററിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ പറ്റിയില്ലെങ്കിലും, ഐമാക്സ് എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിലും മാക്സിമം ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അതിനകത്ത് പർട്ടിക്കുലർ പോർഷൻ ഉണ്ട്. ഈ ഒരു സൈറൻ സോങ്, ഒഡീസീസ് സൈറൻ സോങ് കേൾക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ഹമ്മിങ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അതിപ്പോഴും എൻ്റെ തലേന്ന് തോന്നില്ല. അത്രയ്ക്ക് കിടിലൻ ഓഡിയോ ആണ്. കാരണം ഇതിനകത്ത് ഓർക്കസ്ട്ര ഉപയോഗിച്ചിട്ടില്ല. സാധാരണ എല്ലാ മൂവിയിലും ഓർക്കസ്ട്ര ഉപയോഗിക്കുന്നതാണ്. നോളേറ്റർ അതൊന്നും പറ്റൂല. പുള്ളിക്കാരന് ഏൻഷ്യൻ ഗ്രീസിൽ ഓർക്കസ്ട്ര ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രം സ്ക്രാച്ച് അവിടുത്തെ പണ്ടുണ്ടായിരുന്ന, ഇത് ഇപ്പം ഇല്ലാത്ത കുറേ സാധനങ്ങൾ വരെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഈ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പണ്ടത്തെ സാധനങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി എടുത്ത് അത് വെച്ചിട്ടാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. എന്തൊക്കെ പ്രാന്തം നോക്കണേ. പക്ഷേ അതിനുള്ള മുതലുണ്ട്. എന്തായാലും ഓഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ തലേന്ന് ഇപ്പോഴും പോയിട്ടില്ല. നിങ്ങൾ എന്തായാലും ഓഡിയോ ക്വാളിറ്റി നല്ല പോലെയുള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക. ഈ കോൺട്രവേഴ്സീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ട്രെയിലർ റിലീസായപ്പോൾ തൊട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് പേഴ്സൺ ആയിട്ട് ലൂപ്പിത്തയെ കൊണ്ടുവന്ന് ഹെലനോ സ്പാർട്ട, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത ആളെ ഹെലനോ സ്പാർട്ട ആയിട്ട് ഒരു ബ്ലാക്ക് പേഴ്സണെ ഗ്രീസിൻ്റെ ലുക്കും അവരുടെ ഒരു അപ്പിയറൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തു എന്നാണ് ഹേറ്റേഴ്സ് ഒക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ ടോം ഹോളണ്ടിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നേരെ സ്പൈഡർമാനകത്തു നിന്ന് നേരെ വന്ന് ഒഡിസിക്കകത്ത് അഭിനയിച്ച പോലെയുള്ള ഒരു ഫീൽ ഉണ്ട്. പല പോർഷൻസിലും ഒഡിസീസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ടോം ഹോളണ്ട് പറയുന്നതാണ് ഡാഡി ഈസ് കമ്മിങ് ഹോം, ഈ ഡാഡി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്കൊരു കല്ലേടിയായിട്ട് തോന്നി. കാരണം ഫാദർ എന്നുള്ള അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടിയേനെ. ആ ഡയലോഗ്സിൽ ഒരു കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറേ ആളുകൾ അഗമെമ്നോന്റെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുന്നുണ്ട്. അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അത് ആ കോസ്റ്റ്യൂമാണ് പുള്ളിക്കാരന് അത്രയ്ക്ക് മേടിച്ച് കൊടുത്ത ഒരു കോസ്റ്റ്യൂമാണ്. അതിനെ ആൾക്കാർ പറയുന്നത് പുള്ളിക്കാരൻ ബാറ്റ്മാനിനകത്തെ കോസ്റ്റ്യൂം എടുത്താണ് അഗമെമ്നോന് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കിടിലനായിരുന്നു. ആ കോസ്റ്റ്യൂം ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് അഗമെമ്നോന് അത്രയും ഓറ കിട്ടൂലായിരുന്നു. മേജറായിട്ടുള്ളൊരു ബാക്ക്ലാഷ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എലിയറ്റ് പേജിനെ പിടിച്ച്
അക്കിലസ് ആയിട്ടല്ലായിരുന്നു പുള്ളിക്കാരൻ അതിനകത്ത് അഭിനയിച്ചത്. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ ഇങ്ങനൊരു റൂമർ സ്പ്രെഡായിരുന്നു, അക്കിലസ് ദ ഗ്രേറ്റസ്റ്റ് വാറിയർ ഇങ്ങനൊരു ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ ഒരു കോൺട്രവേഴ്സി, ഭയങ്കര ഹെയ്റ്റ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വന്നത്. ഈ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണല്ലോ, അവർക്കൊരു സാധനം ഹെയ്റ്റ് വന്നു, പിന്നെ അത് പിടിച്ച് ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളും ഒരു പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ നോക്കും. കോസ്റ്റ്യൂമിൻ്റെ വിഷയമൊക്കെ ആ ഒരു രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. കഥയിൽ, ഹോമറിൻ്റെ ഒഡിസി കഥയിൽ എവിടെയും ഈ ഹെലനോ സ്പാർട്ടയെ ഒരു വൈറ്റ് സ്കിൻഡ് അല്ലെങ്കിൽ ഫെയർ സ്കിൻഡ്, ടാൻഡ് സ്കിൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പുള്ളി ആകെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്, ഇൻ്റലിജൻറ്റ്, എലഗൻറ്റ്. അവരുടെ ഇൻ്റലിജൻസും എലഗൻസും കൊണ്ട് ആളുകൾക്കെല്ലാം അത്രത്തോളം അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഹെലനോ സ്പാർട്ടയെ ഹോമർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയുന്നില്ല അപ്പിയറൻസ് വെളുപ്പാണ് കറുപ്പാണ് എന്നൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല, ഹെലനോ സ്പാർട്ട സാധാരണ ഒരു ഗ്രീസിലെ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു വ്യക്തിയല്ല. ഹെലനോ സ്പാർട്ടയുടെ അമ്മ ഗ്രീസിലെ ഒരാളാണ്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ സ്യൂസ്, ദൈവമായിട്ടുള്ള സ്യൂസ്. പുള്ളിക്കാരന് ഈ ഹെലൻ്റെ അമ്മയെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആകൃഷ്ടയായി. അത് അത്യാവശ്യം എല്ലാ ദൈവങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ ഇവിടുത്തെ ചരിത്രം നോക്കിയാലും ഉണ്ട് ഇങ്ങനെ കുറേ ദേവന്മാർ മനുഷ്യ സ്ത്രീകളൊക്കെ കണ്ട് ദേശന്മാരെയൊക്കെ വരുന്ന കുറേ കഥകൾ നമ്മുടെ പുരാണത്തിലും ഉണ്ട്. അതുപോലെ സിയൂസ് ഈ ഹെലൻ്റെ അമ്മയെ അട്രാക്ട് ചെയ്യാനായിട്ടൊരു അരയന്നമായിട്ട് വന്നു. അങ്ങനെ അരയന്നമായി വന്ന സിയൂസ് ദേവനും ഒരു മനുഷ്യ സ്ത്രീക്കും ഉണ്ടായ ഒരു വ്യക്തിയാണ് ഹെലനോ സ്പാർട്ട. ആൻഡ് ഇതൊരു സാധാരണ പ്രസവമായിരുന്നില്ല. അരയന്നമായിട്ട് രമിച്ചത് കൊണ്ട് തന്നെ ഹെലൻ്റെ അമ്മ മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് മുട്ടയിൽ നിന്ന് പുറത്ത് വന്ന കുട്ടിയാണ് നമ്മുടെ ഹെലനോ സ്പാർട്ട. അതിൻ്റെ കൂടെ ഈ ഹോമർ ഡിസ്ക്രൈബും ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് കഥയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ ബ്ലാക്ക് പേഴ്സണെ കാസ്റ്റ് ചെയ്തതിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ക്രിയേറ്റീവ് ഫ്രീഡം. ക്രിസ്റ്റഫർ നോളൻ കഥ വായിച്ചപ്പോൾ ഹെലനോ സ്പാർട്ട ബ്ലാക്ക് ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയായിരിക്കാം വന്നത്. അതുകൊണ്ടായിരിക്കും ഒരു ബ്ലാക്ക് പേഴ്സണെ കാസ്റ്റ് ചെയ്തത്. അതെനിക്ക് യാതൊരു പ്രശ്നവും, അതിൻ്റെ ആസ്വാദനത്തിൽ യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. ലൂപ്പിറ്റെ കാസ്റ്റ് ചെയ്ത പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തെറിവിളി കേട്ടത് എലിയറ്റ് പേജിനെ കാസ്റ്റ് ചെയ്തതിനായിരിക്കും. ഒഡീസിയസിൻ്റെ ഒരു കസിനായിട്ടുള്ള സിനോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നമ്മുടെ എലിയറ്റ് പേജ് അവതരിപ്പിച്ചിരുന്നത്. അതും അധികം സ്ക്രീൻ ടൈം ഒന്നുമില്ല. പുള്ളിക്കും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത്ര തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഹെലനോ സ്പാർട്ടയ്ക്കുള്ള അത്ര സ്ക്രീൻ ടൈം പോലും സിനോണിനില്ല. ആൻഡ് എനിക്ക് ഈ മൂവിയിൽ മോസ്റ്റ് ജസ്റ്റിഫൈഡ്, ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റായിട്ട് തോന്നിയത് സെൻഡയുടെ ക്യാരക്ടറാണ്. സെൻഡയെ അവതരിപ്പിക്കുന്ന അദീന എന്നുള്ള ദൈവത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. ഒഡീസിയസ് കാണുന്ന അദീനയുടെ രൂപമാണ് സെൻഡയ. അവസാനമാണ് കാണിക്കുന്നത് വൈ സെൻഡയ ഈസ് ദ ഫേസ് ഓഫ് അദീന എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ തന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായി. കാരണം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ എല്ലാവരും ആക്രമിച്ച് കൊല്ലുകയാണല്ലോ. അപ്പോൾ ഈ ഒഡീസിയസിൻ്റെ മുന്നിലിട്ട് സെൻഡയ ഒരു സാധാരണ പെൺകുട്ടിയാണ്, അവളെ തലയറുത്ത് കൊല്ലുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവർ ട്രോയിലെ അദീനയുടെ ശില്പങ്ങളും തലയറുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് ഒഡീസിയസിനുണ്ടായ വാർ ട്രോമ ഉണ്ടല്ലോ, ആ ട്രോമ കാരണം ഒഡീസിയസ് അദീനയ്ക്ക് കൊടുക്കുന്ന ഒരു രൂപമാണ് സെൻഡയുടെ രൂപം. ഏറ്റവും നന്നായി എന്ന് തോന്നിയ ഒരു പോർഷൻ അതാണ്. പിന്നെ ഫാൻസ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഇതിനകത്ത് വൻ യുദ്ധമായിരിക്കും, സീനായിരിക്കും, 10-20,000 ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെട്ട് കൂത്ത് യുദ്ധം, അതെല്ലാം പ്രതീക്ഷിച്ച് കുറേ ആളുകൾ ഇരുന്നിരുന്നു. അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇത് ഹോമറിൻ്റെ 2 ബുക്കുകളുണ്ട്, ഇല്ലിയാഡും ഒഡിസി. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ എടുത്തത് ഒഡിസിയുടെ അഡാപ്റ്റേഷനാണ്. ഇല്ലിയാഡിനകത്താണ് ശരിക്കും ഈ ട്രോജൻ യുദ്ധവും ആ 10 കൊല്ലം നീണ്ടിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം, യുദ്ധത്തിൻ്റെ മെയിൻ തീം വരുന്നത് ഇല്ലിയാഡാണ്. അത് വെച്ച് നമുക്ക് ട്രോയ് ഉണ്ട്. ഈ ട്രോയ് കണ്ടുള്ള എക്സ്പെക്റ്റേഷൻ, ആ സാധനമൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇതിനകത്തും കുറേ മലമറിക്കുന്ന യുദ്ധം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഒഡിസി അതല്ല. ഒഡിസി എന്ന് പറയുന്നത് യുദ്ധത്തിന് ശേഷമുള്ള ഒഡീസിയസിൻ്റെ മടക്കയാത്രയാണ്. അത് അതേപടി നോളൻ അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ യാത്രയിൽ വരുന്ന കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പടം മൊത്തത്തിൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഈ വാറി പ്രതീക്ഷിച്ച് പോയവർ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. ഇതിപ്പം എന്തിനാണ് നോളന് കൊടുത്തത്, നമുക്ക് സ്നൈഡറിനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു, സ്നൈഡറായിരുന്നെങ്കിൽ ഫുള്ള് കുത്തിമലത്തി മറിച്ചേനേം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. സ്നൈഡറിൻ്റെ പടങ്ങൾ അവിടെ ഉണ്ട്, ആക്ഷൻ പടങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ പോയി കണ്ടോ. ഇതിൻ്റെ തീമെന്ന് പറയുന്നത്, മേജർ തീം, ഒഡീസിയുടെ തീമെന്ന് പറയുന്നത് ആ വാറ് കഴിഞ്ഞുള്ള ജേണിയിൽ വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, 10 വർഷത്തെ യുദ്ധത്തിൻ്റെ വാർ ട്രോമ, ഒഡീസിയസിൻ്റെ വാർ ട്രോമ. അത് കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ കാരണം കടലിലെ യാത്രയും നീണ്ടു പോകുന്നുണ്ട്. വീണ്ടും ഒരു 10 കൊല്ലം, 20 കൊല്ലം എടുക്കുന്നുണ്ട്. ആ 20 കൊല്ലം ഭർത്താവില്ലാതെ കഴിയേണ്ടി വരുന്ന ഭാര്യയുടെ ഇമോഷൻസ്,
രാജാവില്ലാത്ത രാജ്യം നോക്കണം, രാജ്യത്ത് ഈ ഇപ്പം 20 കൊല്ലം യുദ്ധത്തിന് പോയ എല്ലാവരും മടങ്ങി വന്നു, ഒഡീസീസ് മാത്രം വരുന്നില്ല, 10 കൊല്ലമായിട്ട് വരുന്നില്ല. അപ്പം രാജ്ഞിയെ സ്വന്തമാക്കാനായിട്ട് ഈ കൊട്ടാരത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന നാട്ടുരാജാക്കന്മാർ, ഇവന്മാരുടെ ശല്യം. പക്ഷെ അത് അറിഞ്ഞിട്ട് ഇവന്മാരെ അടിച്ചോടിക്കാൻ പറ്റുമോ? അതുമില്ല. അവന്മാരെ എല്ലാം ഡെയിലി അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് കഞ്ഞിയും കൊടുത്ത് കൊട്ടാരത്തിൽ നിർത്തണം. അങ്ങനെയൊക്കെ നിർത്തേണ്ടി വരുന്ന രാജ്ഞിയുടെ ഒരു മനോവിഷമങ്ങൾ, കാര്യങ്ങൾ. അതല്ല ഈ യുദ്ധത്തിന് പോയ സമയത്ത് ഒഡീസിയസിന്റെ കുഞ്ഞ് തലാമക്കസ് നല്ലടാ, അപ്പൊ പുള്ളിയുടെ മോൻ പിഞ്ചു കുഞ്ഞായിരുന്നപ്പോഴാണ് ഒഡീസിയസ് യുദ്ധത്തിന് പോകുന്നത്. അപ്പൊ 20 കൊല്ലം പിതാവില്ലാതെ ഈ പ്രശ്നങ്ങളെല്ലാം, അമ്മയുടെ വിഷമവും ഈ അമ്മയെ രാജ്ഞിയെ സ്വന്തമാക്കാൻ വന്ന് നിൽക്കുന്ന നാട്ടുരാജാക്കന്മാരുടെ അവരുടെ കളിയാക്കലുകളും കാര്യങ്ങളെല്ലാം നേരിട്ട്, ബുള്ളിങ് നേരിട്ട് വളർന്ന ഒരു മകന്റെ വിഷമങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അതെന്തായാലും അതാണ് ഈ പടത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇതിന്റെ യുദ്ധമല്ല, ഒഡീസിയുടെ പ്രമേയം യുദ്ധമല്ല. പിന്നെ എന്താണ് ഒഡീസിയുടെ പ്രമേയം? അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം സിയസിൻ്റെ നിയമങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കുറേ ആവർത്തി റിപ്പീറ്റായി പറയുന്ന കാര്യമാണ് സിയസിൻ്റെ നിയമങ്ങൾ. സിയസിൻ്റെ നിയമങ്ങൾ തെറ്റിക്കരുത്, നമ്മൾ തെറ്റിച്ചു, നമുക്ക് തെറ്റുപറ്റി, സിയസിൻ്റെ നിയമം കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. ഒഡീസിയിൽ ആകെ ആളുകൾക്ക് കൺഫ്യൂസ് ആവാൻ സാധ്യതയുള്ളൊരു പോർഷൻ ഇത് മാത്രമാണ്. എന്താണ് സിയസിൻ്റെ നിയമങ്ങൾ, ഇവരെന്തിനെ പറ്റിയാണ് എക്സാക്ട്ലി സംസാരിക്കുന്നത് എന്ന് ഇതറിയാത്ത ഒരാൾക്ക് സംശയം തോന്നിയേക്കും. ഒന്നാമത്തത് ക്സീനിയ. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. സംഭവം ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: അതിഥികളെ സ്വീകരിക്കുക, ഈവൻ ദോ അവരെ നിങ്ങൾക്ക് പരിചയമില്ല, അപരിചിതരാണെങ്കിലും ജസ്റ്റ് ട്രാവലേഴ്സ് ആണെങ്കിലും അവർക്ക് ആവശ്യമെങ്കിൽ താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും ഒക്കെ കൊടുക്കണം. ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇവരെ സ്വീകരിക്കുന്ന വ്യക്തി, അതായത് ആതിഥേയനും അതിഥിയും തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതിഥി ആതിഥേയനെയും റെസ്പെക്ട് ചെയ്യണം, പരസ്പരം നല്ല രീതിയിൽ സഹകരിക്കണം എന്നുള്ളതാണ്. 2, ഹിക്കറ്റിയ. അഭയം ചോദിച്ചു വരുന്ന ആളുകളെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല. ശത്രുവാണെന്ന രീതിയിലോ ശത്രുവാണെന്ന മട്ടിലോ പെരുമാറരുത്, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. 3, ഹോർക്കസ്. ദൈവങ്ങളുടെ കൽപ്പനകൾ ലംഘിക്കരുത്, ദൈവങ്ങളുടെ പേരിൽ അസത്യങ്ങൾ ചെയ്യരുത്. ദൈവങ്ങളുടെ പേരിൽ ചെയ്യുന്ന സത്യങ്ങൾ ലംഘിക്കാനും പാടില്ല. അതിപ്പോൾ നിങ്ങൾ എത്ര മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ജീവൻ പോകുമെന്നുള്ള ഘട്ടത്തിലാണെങ്കിലും ചെയ്ത സത്യത്തിനാണ് വാല്യൂ. അതുകൊണ്ട് അതിൽ ഉറച്ചു തന്നെ നിൽക്കണം. അടുത്തത് ഡൈക്കാൻതെമിസ്. പ്രത്യേകിച്ചൊന്നുമില്ല, അഹങ്കാരവും അതിക്രമവും ഒക്കെ ഒഴിവാക്കി നീതിപൂർവ്വം ജീവിക്കുക. ഇപ്പറഞ്ഞ നിയമങ്ങളൊക്കെ പല ആവർത്തി സിനിമയിൽ ലംഘിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒഡീസീസിന്റെ ഈ ഒരു യാത്രയ്ക്ക് കാരണമാകുന്ന, ഒഡീസി സംഭവങ്ങൾക്കൊക്കെ കാരണമാകുന്ന ട്രോജൻ ഇവന്റ് ഉണ്ടാവാൻ കാരണം തന്നെ സിയസിന്റെ ക്സീനിയ എന്ന നിയമം ലംഘിക്കപ്പെട്ടതാണ്. മെലനസ് പ്രിൻസ് പാരിസിനെ ഒരു അതിഥിയായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. സിയസിന്റെ നിയമങ്ങൾ പ്രകാരം അതിഥിയെ മെലനസ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെങ്കിലും പ്രിൻസ് പാരിസ് ചതി കാണിച്ചു, ഹെലനെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഹെലന് വേണ്ടി യുദ്ധം തുടങ്ങുന്നു. ഇവരെല്ലാം ട്രോയിലേക്ക് പോകുന്നു. ട്രോജൻ വാറിലും സിയസിന്റെ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നുണ്ട്. അതിക്രമമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരുപാട് പേരെ കൊന്നുകളയുന്നുണ്ട്. ട്രോയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി തന്നെ ചതി കാണിക്കുന്നുണ്ട്. ഒഡീസീസ് യുദ്ധത്തിന് പോയ ആ കാലത്ത് ഇത്താക്കയിൽ ഇവിടെയുള്ള സ്യൂട്ടേഴ്സ് സെർവൻസിനെയൊക്കെ അധിക്ഷേപിക്കുകയും ഒഡീസീസിന്റെ സ്വന്തം മകനെ കൊല്ലാൻ പദ്ധതിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നിങ്ങോട്ട് ഒഡീസീസിന്റെ മടക്കയാത്രയിലുടനീളം പുള്ളിക്കാരൻ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. പോളിഫീമസിന്റെ ഐലൻഡിൽ, ലെസ്ട്രഗോണിയൻസ് ഉള്ള ഐലൻഡിൽ, ട്രിനാഷ്യ ഐലൻഡിൽ, ഇവിടങ്ങളിലൊക്കെ ഒഡീസീസിന്റെ കൂടെയുള്ള ഓരോ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നുണ്ട്. പല ശാപങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മടക്കയാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഒഡീസീസിന്റെ കൂടെയുള്ള ആളുകളെല്ലാം മരണപ്പെടും. ട്രോയിൽ നിന്ന് യാത്ര തിരിച്ച് ഒരുപാട് കാലം കഴിഞ്ഞാണ് പുള്ളിക്കാരൻ്റെ സ്വന്തം നാട്ടിലെ ഇത്താക്കയിൽ എത്താൻ പറ്റുന്നത്. ആ സമയം അവിടുത്തെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ ഒഡീസീസ് ആണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് കയറി ചെല്ലാനും പറ്റുന്നില്ല. ഭിക്ഷക്കാരനായി അഭിനയിക്കുകയും അവിടെയുള്ള സ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് കുറെ ആട്ടും തുപ്പൊക്കെ സഹിക്കേണ്ടിയും വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കഥയിൽ ആക്ഷൻസ് പോരാ, യുദ്ധങ്ങളൊന്നും ഇങ്ങനല്ല, ബാഹുബലി പന വളച്ച് ചാടിയിട്ട് ചാടണം എന്നൊക്കെ പറയുന്നവന്മാരെ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഈ സിനിമ എന്താണെന്നും ഇതിന്റെ മൂഡ് എന്താണെന്നും മനസ്സിലാക്കി കണ്ടവർക്ക് ഒരിക്കലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടാവത്തില്ല. പിന്നെ സ്നൈഡറിനെ പോലെ പടം എടുക്കാൻ സ്നൈഡർ അവിടെ ഉണ്ടല്ലോ. അപ്പം നോളന്റെ പടത്തിൽ വന്ന് സ്നൈഡർ ചെയ്ത പോലെ ചെയ്തില്ല എന്ന് പറയുന്നത് പോയിന്റ്ലെസ് ആണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം.